ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു 8:30 തൊട്ടിട്ട് 11 വരെയുള്ള ഒരു വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതായത് വിനുക്കുട്ടൻ സ്കൂളിലേക്ക് പോയി അതിനുശേഷം വരുന്നതാണ്. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ കുറച്ചേ വെച്ചിട്ടുള്ളൂ, കാരണം കഷ്ണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ പച്ചക്കറിയൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി. അപ്പോൾ മോനേട്ടനോട് പറഞ്ഞു പുതിയത് വാങ്ങണം. അപ്പോൾ ഉള്ള ഇതെല്ലാം ഉപയോഗിച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ രാവിലെ ഉള്ള കഷ്ണങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടോ. വിനുക്കുട്ടന് ഇഡ്ഡലി ആയതുകൊണ്ട് സാമ്പാർ ഇഷ്ടം, പിന്നെ അവന് കൊണ്ടുപോകാനും വേണമല്ലോ. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് ഞാൻ കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരി അടുപ്പത്തേക്ക് ഇടുകയാണ് കേട്ടോ. കുറച്ച് ചോറേ വെക്കുന്നുള്ളൂ. ഒരുപാട് വെക്കുമ്പോൾ എപ്പോഴായാലും വേസ്റ്റ് ആവുന്നത്, അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അത് അരി അടുപ്പത്തേക്ക് ഇടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറികളൊക്കെ തീർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് വെക്കുകയാണ്. അപ്പം എന്നിട്ട് പുതിയ പച്ചക്കറി വാങ്ങുകയാണ് കേട്ടോ ചെയ്യുക. കാരണം അധികമായി കഴിഞ്ഞാൽ അത് വേസ്റ്റായിട്ട് നമ്മൾ കളയണ്ടേ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടാണ് പച്ചക്കറികൾ വാങ്ങുക കേട്ടോ. അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇത് കക്കിരിക്കയാണ് കേട്ടോ. കക്കിരിക്ക ഉച്ചത്തേക്ക് ചോറിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അരിഞ്ഞു വെക്കുന്നത്. പക്ഷേ അത് എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അത് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു കേട്ടോ. മാങ്ങ മോഹനേട്ടൻ ചെത്തിയപ്പോൾ ആ മാങ്ങ എടുത്തു, ഇത് എടുക്കാൻ മറന്നും പോയി. അപ്പോൾ അത് പോട്ടെ, എന്തായാലും ഞാനത് അരിഞ്ഞ് അവിടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കായ, പച്ചക്കായ ഉണ്ട്, നേന്ത്രക്കായ. അപ്പോൾ അതുകൊണ്ട് മോരൊഴിച്ച് വെക്കാൻ പറഞ്ഞു. എന്തായാലും മോനേട്ടനും 2 നേരം സാമ്പാർ കൂട്ടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ സാമ്പാർ ഒരു തുള്ളി പോലും ബാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പച്ചക്കായ ഉണ്ട്, ആ പച്ചക്കായ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ അരിഞ്ഞിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ മോരൊഴിച്ചിട്ട് ഒരു കാളം പോലെ വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ കുറച്ച് വെണ്ടക്ക കൊണ്ട് ഉപ്പേരി വെക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് കോവക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോവക്ക കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക, അതേമാതിരി കുറച്ച് വെണ്ടയും ഉള്ളിയും ഒക്കെ കൂടെ ഇട്ടിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേശ്ശെ അതുകൊണ്ടാണ് ചോറ് കുറച്ച് വെച്ചത്. കാരണം ഇത്രയും ഉപ്പേരി ഐറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചോറൊന്നും അധികം ആരും കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണേ, പിന്നെ കുറച്ചേ ചോറ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചോറ് ബാക്കിയാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അപ്പോഴേക്ക് കൂട്ടാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടോ. കായ നുറുക്കി അടുപ്പത്തിലേക്ക് വെച്ചാൽ ഗ്യാസിലാണ് കേട്ടോ വെക്കുന്നത്, അടുപ്പ് കത്തിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചൊന്ന് വേഗം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ വേഗം വേവുമല്ലോ, ഈ കായ്ക്കൊന്നും അധികം വേവില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ കുക്കറിലിടേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ നേരിട്ട് ചട്ടിയിലേക്ക് വെച്ചു കേട്ടോ. അതിന് 2 ചീനച്ചട്ടി കൊണ്ടുവച്ചാൽ എന്താ വെച്ചറിയോ, 2 ചീനച്ചട്ടിയിലും എന്താണ് നമുക്ക് ഉപ്പേരി വെക്കണമല്ലോ. അപ്പോഴേക്ക് അരി തിളച്ചപ്പോൾ ഞാനത് കുക്കറിലേക്ക് വാങ്ങി വെച്ചു കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണയും കടുകൊക്കെ ഇട്ടു. ആ കടുക് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വെണ്ടക്കയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ അതൊത്തിരി മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഉപ്പ് പിടിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൈകൊണ്ട് അതൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ കടുക് പൊട്ടുന്ന നേരം നമുക്ക് എന്ത് ചെയ്യാം, ഇത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയും കടുകും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇടുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ കരുവേപ്പില ഇപ്പം എനിക്കില്ല, വാങ്ങുന്ന കരുവേപ്പില ഞാൻ ഉപയോഗിക്കാറില്ല. എപ്പോഴെങ്കിലും ഞാൻ ഇവിടുന്ന് ഒന്ന് നുള്ളും, എൻ്റെ കരുവേപ്പിൻ്റെ തയ്യിൽ നിന്ന് ഒരു അല്ലി നുള്ളും എപ്പോഴെങ്കിലും ഒക്കെ കേട്ടോ. അല്ലാതെ ഡെയിലി അതിൽ നിന്നും ഉള്ളാറില്ല, കാരണം ഉണ്ടായി വരുന്നേ ഉള്ളൂ കരുവേപ്പില. അപ്പോൾ അതുകൊണ്ട് കരുവേപ്പിലയൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഉള്ളിയും പച്ചമുളകും വെണ്ടയും ഒക്കെ ഇട്ട് ഇത്തിരി കടുകൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അത് അടച്ചു വെക്കുക. അപ്പോൾ വെണ്ടയൊക്കെ വേഗം ആവുന്നതല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചു അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിൽ വെക്കാന്ന് കേട്ടോ. പിന്നെ എനിക്ക് എന്തോ മടിയായി, വേണ്ട അതങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ അപ്പോഴേക്ക് മോഹനേട്ടൻ പോകാൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോഹനേട്ടൻ എന്നെ രജനിയെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ പോകുമ്പോൾ. അപ്പോൾ മോഹനേട്ടൻ ഇറങ്ങി. പിന്നെ ഗേറ്റൊക്കെ അടച്ച് അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അരി അടുപ്പത്ത് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്, കോവക്ക ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നുറുക്കി വെച്ച കോവക്കേൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അതും വെക്കാക്കി. ഈ കോവക്കാരൻ ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണേ. കോവക്ക ഉണ്ട് കേട്ടോ, ഇനിയും കഷ്ണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്ക് എന്തായി, നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടോ. അത് വേഗം വേവുന്നല്ലേ, ഒന്ന് വാടിയെടുത്താൽ തന്നെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വെന്തല്ലോ. എനിക്ക് നല്ല ഇഷ്ടമാണ് വെണ്ടക്ക ഉള്ളിയിട്ടിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ഉപ്പേരി എന്നല്ലല്ലോ അല്ലേ പറയാം, ഞങ്ങൾ ഉപ്പേരി എന്നാട്ടോ, എല്ലാത്തിനും ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക. അതുകൊണ്ടാണ് ഉപ്പേരി. പലരും ഉപ്പേരി എന്ന് പറയുന്ന ഇല്ലാന്ന് തോന്നുന്നു, എല്ലാവരും മെഴുക്ക് വരട്ടിന്നോ തോരൻ എന്നൊക്കെയാണ് പറയുക. ഞാനിവിടെ ഉപ്പേരി എന്ന് തന്നെ കേട്ടോ പറയാം, ഞങ്ങളെ ശീലമാണത് ഉപ്പേരി എന്ന് പറഞ്ഞിട്ട് കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, അത് അങ്ങോട്ട് വെന്തപ്പം അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ആ കോവക്ക അടുപ്പത്തേക്ക് വെച്ചിട്ടോ. കോവക്ക മെഴുക്ക് പുരട്ടിയായിട്ടാണ് വെക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു. ശരിക്കും കോവയ്ക്കും വെള്ളം ആവശ്യമില്ല, വെളിച്ചെണ്ണയിൽ ശരിക്കും വെന്തെടുക്കാം. പിന്നെ ഞാൻ പിന്നെ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. അല്ലേ തന്നെ വെളിച്ചെണ്ണ എനിക്ക് ഭയങ്കര ചിലവാണ്. പച്ചവെള്ളം ഒഴിക്കുന്ന മാതിരിയാന്ന് തോന്നുന്നു. വെളിച്ചെണ്ണ എന്ത് ചിലവാണെന്നറിയോ വെളിച്ചെണ്ണയ്ക്ക്. ഞാൻ എത്ര പിശിക്കിയാലും വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര ചിലവ് തന്നെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് കുറച്ച് വെള്ളത്തിൽ വേവിക്കാമെന്ന്. പിന്നെ ഉപ്പിട്ടോ. പിന്നെ കൂട്ടാൻ്റെ കഷ്ണം വന്നപ്പോൾ അതിനും കുറച്ച് ഉപ്പിട്ടു കേട്ടോ. പിന്നെ കൂട്ടാൻ അരക്കുകയാണ്. അതിൽ ജീരകവും തേങ്ങയും പച്ചമുളകും കുറച്ച് തൈരും എല്ലാം കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ. ഒരുമിച്ചെണ്ണയാണ് അരയ്ക്കുന്നത്. തൈര് പിന്നെ ഒഴിക്കുകയല്ല. ഈ അരപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യും, തേങ്ങേൻ്റെ കൂടെ തന്നെ തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തു. അപ്പോഴേക്കും നമ്മുടെ കഷ്ണമൊക്കെ നല്ലോണം വെന്തു കേട്ടോ. കഷ്ണമൊക്കെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ആ തേങ്ങ ചേർക്കണം കേട്ടോ. തേങ്ങേൻ്റെ അരപ്പ് ചേർത്തു. തൈരൊക്കെ കൂട്ടി അരച്ച് അരപ്പ് ചേർത്തു. അപ്പം കുറച്ച് പുളി അധികം ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു നുള്ള് അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എനിക്കിഷ്ടം അത്. ആ ചെറിയൊരു മധുരം എന്തായാലും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് വറവിട്ട് കൊടുത്തു. കടുകും മുളകും കൂടിയാണ് കേട്ടോ. വെളിച്ചെണ്ണയും കടുകും മുളകും ഇട്ടിട്ട് അതിലേക്ക് കൂട്ടാനിലേക്ക് വറവിട്ട് കൊടുത്തിട്ടോ. ഒരു ചെറിയൊരു തളയേ വരുന്നുള്ളൂ. ബാക്കി ചട്ടി ആയതുകൊണ്ട് അങ്ങനെ തിളച്ചോളുമല്ലോ, അപ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് വറവിട്ടിട്ട് അത് അടച്ചു വെച്ചു. അത് ഓഫാക്കി വെച്ചിട്ടോ. ആ ഗ്യാസ് സ്റ്റവ് ഓഫാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മളെ ഈ ഉപ്പേരിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഊറ്റിച്ചു കൊടുത്തു. പിന്നെ അതും നല്ലോണം ഒന്ന് വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്താക്കാൻ വേണ്ടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അതും ഏകദേശം എന്തായി, നമ്മുടെ കോവക്ക മെഴുക്ക് പുരട്ടിയും റെഡിയായി കേട്ടോ. ഇനിയും പണികളുണ്ട്. ഇനിയിപ്പം എന്താണ്, ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ എന്താണ്, ഈ പറഞ്ഞ പോലെ എനിക്ക് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ടല്ലോ അപ്പം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ഈ ഗ്യാസ് സ്റ്റവ് പെട്ടെന്ന് നനഞ്ഞതുകൊണ്ട് തുടയ്ക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്താണ്, നമ്മളെ കൈ ഓട്ടോമാറ്റിക്കലി അറിയാതെ പിന്നെ ഞാൻ ഈശ്വര അത് തുടയ്ക്കരുതല്ലോ, ചൂടുള്ളപ്പം നനഞ്ഞതുകൊണ്ട് തുടയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന്. പിന്നെ കേട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. അത് നനഞ്ഞ ഉണിയോണ്ട് തന്നെ തുടയ്ക്കും. പക്ഷെ ചൂടുള്ളപ്പോൾ തുടയ്ക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങുമ്പോൾ. പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ ആ ഗ്യാസ് സ്റ്റവ് ഒക്കെ തുടച്ചു. അവിടെ ഉള്ള ആ ഭാഗവും ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടോ. ഇനി ആ പാത്രമേ ഉള്ളൂ കഴുകാൻ. ബാക്കി ഒരു പാത്രമില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മോൻ പോകുന്നതിന് മുമ്പ് എന്താണ് ആ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയും സാമ്പാറും ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ച 2 പ്ലേറ്റ് അല്ലേ, അതിൽ എൻ്റെ പ്ലേറ്റ് എനിക്ക് കഴുകുന്നുണ്ട്, മോഹനേട്ടൻ്റെ പ്ലേറ്റ് മോഹനേട്ടൻ കഴുകും കേട്ടോ. പിന്നെ സാമ്പാർ വെച്ച ചട്ടി സാമ്പാർ തീർന്നുകൊണ്ട് ആ ചട്ടി തന്നെയാണ് കൂട്ടാനും വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പാത്രങ്ങൾ കഴുകാനുള്ളൂ. പിന്നെ ഇതിപ്പോൾ എടുത്ത തേങ്ങ അരച്ച പാത്രവും പിന്നെ വറവിട്ട കരണ്ടിയും അങ്ങനെയേ ഉള്ളൂ കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. ഒന്നും ഞാൻ ഇന്ന് കൂട്ടി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പണി വേഗം തീരുന്നുണ്ട്. ഇപ്പം അത്രയും സമയമായിട്ടുള്ളൂ. എനിക്ക് അലക്കാനുണ്ട് കേട്ടോ. അലക്കാൻ വെച്ചാൽ മഴയുണ്ട് വെയിലും ഉണ്ട്, അങ്ങനെ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അലക്കിയിടണം. അപ്പോൾ പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. മിക്സീൻ്റെ മേലെയും അതും ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ. പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കണ്ടല്ലോ അല്ലേ. നമുക്ക് അതാണ് ഭക്ഷണമായി അടുക്കളയും വൃത്തിയായി കഴിഞ്ഞാൽ നമ്മളെ പകുതി മുക്കാൽ പണിയും കഴിഞ്ഞു. അതേപോലെ രാവിലെ കുളിയും കഴിയുക. കുളി കഴിഞ്ഞില്ലെങ്കിൽ ഒരു പണി തീരാത്ത മാതിരി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ അതൊക്കെ ആക്കിയ ശേഷം ഞാൻ എന്ത് ചെയ്ത് അമ്മേനെ വിളിച്ചു കേട്ടോ. ഞാൻ അമ്മേനെ 9 മണിക്ക് ഡെയിലി വിളിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു പണി കഴിഞ്ഞിട്ട് അടുക്കളപ്പണി അവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അമ്മേനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അമ്മയായിട്ട് സംസാരിച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അലക്കാൻ എന്ന് പറഞ്ഞത് മോൻ്റെ യൂണിഫോമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കല്ലിൽ അലക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. മിഷനിൽ അലക്കുന്നതിനെക്കാട്ടും ഇഷ്ടം കല്ലിലാണ്. എനിക്ക് തോർത്തൊക്കെ നല്ലോണം അടിച്ച് തിരുമ്പുമ്പോഴാണ് ഒരു വൃത്തിയാവുക കേട്ടോ. പിന്നെ അതേപോലെ മോൻ്റെ യൂണിഫോം, മോഹനേട്ടൻ്റെ ഷർട്ട്, അങ്ങനെയൊക്കെ അതൊക്കെ ഈ കല്ലിൽ അലക്കുമ്പോഴാണ് നമുക്കൊരു ഇഷ്ടം. മിഷനിൽ പിന്നെ മോഹനേട്ടൻ്റെ ജീൻസൊക്കെ തിരുമ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടായി, അടിച്ച് തിരുമ്പുമ്പോഴേക്ക് വേദനയും. അപ്പോൾ അതുകൊണ്ട് അത്രയേ ഉള്ളൂ അലക്കാൻ. അപ്പോൾ അത് കല്ലുമ്മൽ തന്നെ അലക്കുക. എന്നിപ്പോൾ കാലാവസ്ഥയും വലിയൊരു പ്രശ്നമില്ലാതെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അലക്കിയിടാമെന്ന് വിചാരിച്ചിട്ടോ. അലക്കി കഴിഞ്ഞിട്ട് ഞാൻ ഉണക്ക് മെഷീനിലാണ് കേട്ടോ. കുറച്ചുണ്ട് അലക്കാൻ, അത്യാവശ്യം അലക്കാനുണ്ട്. അതിനകത്തോ ഞങ്ങൾ ഉപയോഗിക്കുന്ന തോർത്തുകൾ, പിന്നെ മോഹനേട്ടൻ്റെ ഷർട്ട്, ബനിയൻ, അതേപോലെ വിനിക്കുട്ടൻ്റെ യൂണിഫോം, വിനിക്കുട്ടൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് നല്ലോണം അവിടെ നിന്ന് ഒലിമ്പി പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് ഉണക്കൽ മെഷീനിൽ കേട്ടോ. കാരണം അത് നമ്മളെ കൈകൊണ്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് ഉണങ്ങില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, അത് മെഷീനിലിട്ടിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടിച്ചു വാരൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടയ്ക്കാനുണ്ട്. എല്ലാം ഒന്നും വീഡിയോ എടുക്കലില്ല കേട്ടോ, ഞാനത് വിട്ടുപോയി. അപ്പം അപ്പുറത്തു നിന്നൊക്കെ തുടച്ചു വന്നു.
അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഈ ഭാഗത്ത് തുടയ്ക്കുന്നത്. ആ ബാക്കി ബെഡ്റൂമുകളും ഹാളിൻ്റെ ബാക്കിയും കോലയും ഒക്കെ തുടച്ച് വന്നതാണ് കേട്ടോ. പിന്നെ ഒരു ഇത്ര ഭാഗം എന്നിപ്പോൾ ഇങ്ങനെ തുടയ്ക്കുന്ന ഒന്ന് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ഭാഗം മാത്രം തുടയ്ക്കുന്നത് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പോയി ഡ്രസ്സൊക്കെ എല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ലോണം അലക്കി അവിടെ ആറിയിട്ടു ആ ഡ്രസ്സൊക്കെ. എന്നിട്ട് ഞാൻ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. എന്നിട്ടാണ് അപ്പോഴേക്കാണ് നമ്മൾ അരി വെന്തത്. അപ്പോൾ അരി വാർത്ത് വെക്കുകയാണ് കേട്ടോ. അരി വാർത്ത് വെച്ചു. പിന്നെ അപ്പോൾ അവിടെ കഴിഞ്ഞില്ല, അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറുമായി ഇപ്പോൾ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു. പിന്നെ മുടിയൊക്കെ ഞാനൊന്ന് അഴിച്ചിട്ടു, നനവുണ്ടായിരുന്നു, ഒക്കെ കെട്ടി വെച്ചിട്ടായിരുന്നല്ലോ ഇതുവരെ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇത് ഞാനൊരു ഗ്രീൻ ടീ എടുക്കുകയാണ് കേട്ടോ. ഗ്രീൻ ടീ കുടിക്കാനേ എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ, വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു ഗ്രീൻ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പോഴേക്ക് ലൈവ് പോകണം, അതാണ് 11:30 ആകുമ്പോഴേക്ക് പണികൾ തീർക്കുന്നത്. പിന്നെ അപ്പോഴേക്ക് ഞാൻ മിഷനിൽ ഉണക്കാൻ ഇട്ടതൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് മേലെ ആറിയിടുമ്പോഴേക്ക് എനിക്ക് ലൈവിൻ്റെ സമയമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, എൻ്റെ 8:30 തൊട്ട് 11:30 വരെയുള്ള സമയം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പും തരണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സി യു.